നമസ്കാരം. ദീർഘകാലം ശ്വാസകോശത്തെ ബാധിക്കുന്ന COPD പോലുള്ള രോഗാവസ്ഥകളിലും അലർജി, ആസ്മ തുടങ്ങിയ അസുഖങ്ങളിലും പ്രധാന ചികിത്സാ ഘടകമായിട്ടുള്ള ഇൻഹേലർ ഉപയോഗം സംബന്ധിച്ച് പൊതുവിൽ രോഗികളുടെ ഇടയിലുള്ള ചില തെറ്റായ ധാരണകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട്, ഇൻഹേലർ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആജീവനാന്തം എടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ഇൻഹേലർ ഉപയോഗിക്കേണ്ട കാലയളവ് ഓരോ രോഗാവസ്ഥയെയും അതിൻ്റെ കാഠിന്യത്തെയും രോഗലക്ഷണങ്ങളുടെ പുരോഗതിയെയും ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ചില ആസ്മ രോഗികളിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കാലക്രമേണ ഡോസ് അല്ലെങ്കിൽ പഫിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം എടുക്കുന്ന നിലയിലേക്ക് ചുരുക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ഇൻഹേലർ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോട് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തിക്ക് കാരണമായി തീരും എന്നുള്ള ധാരണയാണ്. അത് തികച്ചും തെറ്റായ ധാരണയാണ്. ഇൻഹേലർ ഉപയോഗം ഒരിക്കലും ഒരു അഡിക്ഷന് കാരണമായി തീരുന്നില്ല. ഷുഗർ, BP പോലുള്ള രോഗാവസ്ഥകളിൽ ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ പോലെ തന്നെയാണ് ഇൻഹേലറുകളിൽ അടങ്ങിയിരിക്കുന്ന മരുന്നും. മൂന്നാമതായിട്ട്, ഇൻഹേലറുകളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള ധാരണയാണ്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഇൻഹേലറുകളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡിൻ്റെ അളവ്, ഡോസ് എന്ന് പറയുന്നത് മൈക്രോഗ്രാമുകളിലാണ്. അത് നിലവിലുള്ള സ്റ്റിറോയിഡ് ടാബ്ലറ്റിൻ്റെ 1000-1 അളവേ ആകുന്നുള്ളൂ. നാലാമതായിട്ട്, ശ്വാസതടസ്സത്തിന് ഇൻഹേലറുകളെക്കാൾ ടാബ്ലറ്റുകൾ അല്ലേ കൂടുതൽ ഫലപ്രദം എന്നുള്ള സംശയമാണ്. അല്ല, ഇൻഹേലർ എടുക്കുമ്പോൾ മരുന്ന് നേരിട്ട് ശ്വാസനാളത്തിൽ പ്രവർത്തിക്കുകയും അതുവഴി കുറഞ്ഞ ഡോസ് കൊണ്ട് നല്ല രീതിയിലുള്ള ആശ്വാസം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ബ്ലഡിൽ അലിഞ്ഞ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അഞ്ചാമതായിട്ട്, എല്ലാ ഇൻഹേലേഴ്സും ഒന്നാണോ? അല്ല, ഇൻഹേലറുകളിൽ അടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ ഘടന, ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നുള്ളതിനെ ആശ്രയിച്ച് പല ഇൻഹേലേഴ്സ് ഉണ്ട്. ആറാമതായിട്ട്, ഇൻഹേലർ ഉപയോഗം സംബന്ധിച്ചുള്ള സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ഉപയോഗിച്ച് കാണുന്നത് ഒരു കുറച്ചിലായി തോന്നുന്ന അവസ്ഥ. അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇൻഹേലർ ശരിയായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള കാലയളവിലേക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പല കോംപ്ലിക്കേഷൻസിലേക്കും നയിക്കും. ഓക്സിജൻ ലെവൽ കുറയുകയും അഡ്മിറ്റ് ആവേണ്ട വരെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മാത്രവുമല്ല, പ്രശസ്തരായിട്ടുള്ള പല കായിക താരങ്ങൾ പോലും ഇൻഹേലർ ഉപയോഗിക്കാറുണ്ട്. പല ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ട ശരിയായ രീതികളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്.